വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൃഹസ്ഥാശ്രമിയുടെ മൗലികമായ കടമ എന്ത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. എല്ലാ ഗൃഹസ്ഥാശ്രമികളുടെയും മൗലികമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ധർമാർത്ഥ കാമ മോക്ഷം എന്ന പുരുഷാർത്ഥ പ്രാപ്തി തന്നെ. സ്ത്രീയും പുരുഷനും ചേർന്ന് യഥാവിധി നടത്തപ്പെടുന്ന കുടുംബജീവിതമാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം മറ്റ് ആശ്രമങ്ങൾക്ക് കൂടി താങ്ങും തണലുമേകുന്നതായിരിക്കണം. മനുഷ്യന് ഇഹലോകത്തിലുള്ള ഋണബാധ്യതകൾ അസഖ്യമാണ്. ഇവയെല്ലാം ഗൃഹസ്ഥാശ്രമ ഘട്ടത്തിൽ ചെയ്തു തീർക്കണം. തന്നോടും തൻ്റെ പൂർവികരോടും കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും സമുദായത്തോടും രാജ്യത്തോടുമുള്ള ഒരു വ്യക്തിയുടെ കടപ്പാടുകൾ നിരഹങ്കാരനായി ഈശ്വരാർപ്പണ ബുദ്ധ നിർവഹിക്കണം. ഈശ്വരോപാസന, ധർമാനുകൂലമായ ദാനം, സദാചാരം, പഞ്ചമഹായജ്ഞങ്ങൾ മുതലായ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ ഗൃഹസ്ഥൻ ശ്രദ്ധാലുവായിരിക്കണം. സ്ത്രീയും പുരുഷനും മനച്ചേർച്ചയില്ലാതെ കുടുംബജീവിതം നയിച്ചാൽ ആ ഭവനത്തിലെ ഭദ്രതയും ഐശ്വര്യവും ഇല്ലാതാകും. ധർമാനുകൂലമല്ലാത്ത കാമമുണ്ടാകുന്നതിൻ്റെ ഫലമായി അവർക്ക് സന്താനമില്ലാതാവുകയോ ഉണ്ടാകുന്ന സന്താനങ്ങൾ ദുഷ്ടരായിത്തീരുകയോ ചെയ്യും. അതിനാൽ സുഖം, ധനം, കീർത്തി, ഐശ്വര്യം എല്ലാം ഈശ്വരാർപ്പണമായി സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹാദരപൂർവം ഗൃഹസ്ഥാശ്രമ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.